കോട്ടയത്തെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം. 500 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം കോട്ടയം നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. 16-ാം നൂറ്റാണ്ടിൽ തെക്കുംകൂർ രാജാവാണ് ക്ഷേത്രം പണികഴിപ്പിച്ചത്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. തിരുനക്കര തേവരെന്നാണ് മഹാദേവൻ ഇവിടെ അറിയപ്പെടുന്നത്. തെക്കുംകൂർ ഭരണാധിപനായിരുന്ന ഒരു രാജാവിന് വടക്കുന്നാഥനോടുണ്ടായ ആരാധനയാണ് തിരുനക്കര ക്ഷേത്ര നിർമ്മിതിക്ക് കാരണമെന്നാണ് ഐതിഹ്യം. മീനം 1 കൊടിയേറി 10-ാം തീയതി ആറാട്ടോടുകൂടെ സമാപിക്കുന്നതാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. ക്ഷേത്ര ശാസ്ത്രവിധിപ്രകാരം പറയും വിധം എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു മഹാക്ഷേത്രമാണ് തിരുനക്കര ക്ഷേത്രം. ശിവശക്തി ചൈതന്യങ്ങളുടെ സംഗമക്ഷേത്രമാണ് കോട്ടയം നക്കരക്കുന്നിൻ മുകളിലെ തിരുനക്കര മഹാദേവ ക്ഷേത്രം. സ്വയംഭൂവാണ് ഇവിടത്തെ ശിവൻ. സ്വർണ്ണ അങ്കി കൊണ്ട് അതിനെ പൊതിഞ്ഞിരിക്കുന്നു. ഇടതുവശത്ത് പാർവതി വിഗ്രഹമുണ്ട്. വരദവും ശൂലവും കപാലവും അഭയവും ധരിച്ച മഹാദേവനാണ് ഇവിടെയുള്ളത്. 4 കൈകളിൽ ഒരിടത്തെ കൈയിൽ ചെന്താമര പൂവുണ്ട്. ഇടതുവശത്തിരിക്കുന്ന ശ്രീ പാർവതി ദേവിയെ ആലിംഗനം ചെയ്തിരിക്കുന്നു എന്നതാണ് മൂർത്തി സങ്കല്പം. ആണ്ടുതോറും 3 തവണ ഉത്സവം നടത്തിവരുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പൈങ്കുനി, അൽപ്പശി, ആനി ഉത്സവങ്ങളാണിവ. പൈങ്കുനി ഉത്സവകാലത്ത് വൻ ഭക്തജനത്തിരക്കാണ്. ശിവലിംഗം കണ്ട സ്ഥലത്ത് ജ്യോതിഷവിധി പ്രകാരം ഒരു മീനം 1 ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠാകലശം നടത്തിയതിൻ്റെ വാർഷിക ആഘോഷമാണ് പൈങ്കുനി ഉത്സവം. ഇതാണ് ദേശത്തിൻ്റെ ഉത്സവമായി തീർന്നത്. പള്ളിവേട്ട ദിവസമാണ് തിരുനക്കര പകൽപൂരം. 8-ാം ഉത്സവ ദിവസത്തിൽ നടത്തിവരുന്ന വലിയ വിളക്ക് തിരുനക്കര പ്രദേശവാസികളുടെ ദേശവിളക്കാണ്. 9-ാം ദിവസത്തെ പള്ളിവേട്ടയ്ക്ക് പിറ്റേന്ന് തിരുനക്കര മഹാദേവന്റെ ആറാട്ട്. അന്ന് അമ്പലക്കടവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് ആറാടി വരുന്ന മഹാദേവനെ ക്ഷേത്രത്തിലേക്ക് എതിരേൽക്കും. ശാന്തസ്വരൂപനായി കുടുംബസമേതനായി കിഴക്ക് ദർശനമായി ശ്രീ മഹാദേവൻ അനുഗ്രഹം ചൊരിയുന്ന ഈ തിരുസന്നിധിയിൽ വടക്കുന്നാഥൻ്റെ ഉപദേവാലയമുണ്ട്. വടക്കുന്നാഥൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് തിരുനക്കരയിൽ പകൽപൂരം നടത്തുന്നത്. ഇവിടത്തെ പകൽപൂരത്തിന് വാദ്യകുലപതിമാരുടെ മേളവും ഉയരം കൂടിയ ഗജവീരന്മാരും അണിനിരക്കും. കുടമാറ്റവും വെടിക്കെട്ടുമായി പൂരത്തിൻ്റെ ഓർമ്മകൾ മായാതെ നിൽക്കും. ഒരു തെക്കുംകൂർ രാജാവിന് വടക്കുന്നാഥനോടുണ്ടായ ആരാധനയാണല്ലോ ക്ഷേത്ര നിർമ്മിതിക്ക് കാരണം. തെക്കുംകൂർ രാജവംശത്തിൻ്റെ ഭരണകാലത്തിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ 1100-നും 1749-നും ഇടയിലാണ് ക്ഷേത്രം പണിതത്. അതിനു മുമ്പ് ഇവിടം നക്കരക്കുന്നായിരുന്നു. കുന്നുകളും കാടുകളും നിറഞ്ഞ സ്ഥലത്ത് ക്ഷേത്രം വന്നതോടെ ദേവസൂചകമായ തിരുനക്കരയായി മാറി. തെക്കുംകൂർ രാജാവ് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ മാസം തോറും ദർശനം നടത്തുമായിരുന്നു. മാസത്തിൻ്റെ അവസാന ദിവസം അവിടെ എത്തി അന്നും പിറ്റെന്നുമായി 2 മാസത്തെ ദർശനം കഴിഞ്ഞു പോരും. വളരെ കാലം ഇത് തുടർന്നു. പ്രായാധിക്യവും രോഗപീഠകളും നിമിത്തം യാത്ര കഠിനമായപ്പോൾ, ഇനി എന്നെ കാണാനായി ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണ്ട, ഞാൻ നക്കരക്കുന്നിലേക്ക് വന്നേക്കാം, എൻ്റെ അടുത്തായി ഒരു വെളുത്ത ചെത്തി കാണപ്പെടുമെന്ന സ്വപ്നദർശനമുണ്ടായി. നാട്ടിൽ തിരിച്ചെത്തിയ തമ്പുരാൻ നക്കരക്കുന്നിൽ ശിവലിംഗം കണ്ടെത്തിയതറിഞ്ഞ് അവിടെ എത്തി. ശിവലിംഗവും അതിൻ്റെ മുൻവശത്ത് ഒരു വൃഷഭവും പിന്നിൽ വടക്കുമാറി വെളുത്ത ചെത്തിയും കണ്ടു. ഇത് സ്വപ്ന സാക്ഷാത്കാരമാണെന്നും വടക്കുന്നാഥൻ അനുഗ്രഹിച്ചുമെന്നും മനസ്സിലാക്കി അവിടെ ക്ഷേത്രം നിർമ്മിച്ചു. 4 ദിക്കിലും മാളികയോടുകൂടിയ 4 ഗോപുരങ്ങൾ, 4 അമ്പലം, ചുറ്റുമതിൽ, കൊടിമരം, കൂത്തമ്പലം, ആനക്കൊട്ടിൽ, നടപ്പന്തൽ, തിടപ്പള്ളി എന്നിവയോട് കൂടിയ ക്ഷേത്രത്തിൽ സ്വയംഭൂവായ ശിവലിംഗവും വൃഷഭ വിഗ്രഹവും പ്രതിഷ്ഠിച്ചു. ശ്രീകോവിൽ ചെമ്പുമേഞ്ഞ് താഴികക്കുടവും കൂടെയുണ്ട്. ദിവസേന 5 പൂജകളും 3 ശീവേലിയും ഉൾപ്പെടെയുള്ള നിത്യനിദാനം, മാസവിശേഷങ്ങൾ,
ആട്ടവിശേഷങ്ങൾ എന്നിവ ചിട്ടപ്പെടുത്തി. അശ്വരമൂർത്തി പാർവതീ സമേതനായ പരമേശ്വരൻ്റെ സങ്കല്പത്തോട് അതനുസൃതമായ മൂലമന്ത്രത്തോടും കൂടിയാണ് ചതുരാകൃതിയിൽ പണി കഴിപ്പിച്ച് ചെമ്പുതടികൾ മേഞ്ഞിരിക്കുന്ന ശ്രീകോവിലിലെ പ്രധാന പ്രതിഷ്ഠ. സൗമ്യഭാവവും ആശ്രിത വാത്സല്യവും ഒത്തിണങ്ങിയ ഇവിടത്തെ അശ്വരമൂർത്തി ദർശനം കുടുംബ ഐശ്വര്യത്തിന് അതിവിശിഷ്ടമാണ്. ശ്രീകോവിലിൻ്റെ പുരോഭാഗത്തുള്ള മണ്ഡപത്തിൽ വൃഷഭ വിഗ്രഹവും അല്പം വടക്കുമാറി വടക്കുകോണിൽ വെളുത്ത ചെത്തിയും അതിനടിയിൽ നാഗരാജ പ്രതിഷ്ഠയുമുണ്ട്.